ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന മസാലയാണ്. ഇത് ഭട്ടൂരയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാലക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഞാനൊരു 8 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തലേ ദിവസമാണ് ഞാനിത് പൊതിർത്തിട്ടുള്ളത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് കുതിർന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 സിനമൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു കറുപ്പ് ഏലക്കായാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഇനി ഒരു ബേ ലീഫ് ഇതുപോലെ തന്നെ 2 മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ചെറിയ ബേ ലീഫ് ആണെങ്കിൽ 2 ഇടുക, വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതി. നമുക്കിത് മുങ്ങാനുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെന്ത് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇതിൽ നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 കപ്പ് കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ നന്നായിട്ട് മൂടിയിട്ട് അതിൽ വിസിൽ വെക്കാം. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. 8 വിസിലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിൽ കംപ്ലീറ്റ് ഗ്യാസ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴേക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഫുള്ള് ഗ്യാസ് പോയി കഴിഞ്ഞിട്ട് മാത്രം നമ്മളിത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്ക് ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാം. എന്നിട്ട് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ടും തുടങ്ങാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഇതുപോലെ ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ വെളുത്തുള്ളിയാണ് കെട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഇതിന് ചെറിയ വെളുത്തുള്ളി കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. കട്ടയൊന്നും കെട്ടാണ്ട് നല്ല ഇതായത് സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം വേവിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇതിനകത്ത് നിന്ന് 2-3 പീസ് എടുത്തിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 വിസിലാണ് ഞാനിത് വരുത്തിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം സവാളയാണ്. സവാള ഇതുപോലെ സ്മൂത്തായിട്ട് ഒട്ടും കട്ടയിലാണ്ട് അരച്ചെടുക്കണം. അങ്ങനെ എടുത്തു വെച്ചതാണിത്. അപ്പോൾ നമുക്കിനി വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് അല്ലെങ്കിൽ 3 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം 1 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ജീരകം നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. അതും ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി അതിനെ നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ആ രീതിയിൽ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളറ് ചേഞ്ചായി വരണം. ഏകദേശം ഉള്ളീൻ്റെ കളറ് ചേഞ്ചായി ഒരു ബ്രൗൺ കളർ അടിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതിനെ കളറ് ചേഞ്ചാക്കി കിട്ടണം. അപ്പോൾ അതായത് ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. പച്ച മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർക്കണം. നമുക്കിവിടെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിൽ 1 ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1 കശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണ്
ബേസൻ ഫ്ലോറാണ്, അതായത് കടലപ്പൊടി. പിന്നെ ഞാനിതിലേക്ക് ആംചൂർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങേൻ്റെ ആ ഒരു പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു പൊടി കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ചന മസാലേൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളം ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ പൊടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം, ആ രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കൂട്ട് ഒട്ടും കരിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് അതിൻ്റെ അകത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന ഉപ്പെല്ലാം ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊന്നും എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ കിട്ടുന്ന സമയത്താണ് ഇതിൻ്റെ ഗ്രേവി കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ടെല്ലാം നല്ല അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അത് നല്ല എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മാത്രമേ നമ്മളിതിൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കാനുള്ള ടൈം ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതുപോലെ തന്നെ ചേർക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും നമ്മൾ കുക്ക് ചെയ്യണം. മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ചിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, അതായത് നീളത്തിൽ നേർമനെ അരിഞ്ഞതും, കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയിലയും ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി നമുക്കിതിനെ മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. ആ നേരത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഈ കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട്, കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 2 കൈ കൊണ്ടും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉരച്ചിട്ട് ഇത് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതും വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കുള്ള അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ പറയുമ്പോൾ ചോളെ ഭട്ടൂരെ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കറിയാണ് ഇത്. അപ്പോൾ പക്ഷേ ഈ കറി ഉണ്ടല്ലോ ഭട്ടൂരേൻ്റെ കൂടെ മാത്രമൊന്നുമല്ല, ഈ പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ നാട്ടിലിപ്പോൾ എപ്പോഴും നമ്മൾ ഭട്ടൂരയൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ നമ്മളധികം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പുട്ടിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് പുട്ടിൻ്റെ കൂടെയെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.